നിങ്ങൾ വലിയ താമസമില്ലാതെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കണ്ണി അഴിയെണ്ണും. നിങ്ങൾ കാണും, കേരള സമൂഹം കാണും ആ അഴിയെണ്ണുന്നത്. കണ്ടല്ലോ, ദിലീപ് അഴി എണ്ണിയില്ലേ? അദ്ദേഹം പറഞ്ഞത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ അതിന് മുൻപന്തി നിന്ന ആളാണ് അദ്ദേഹം. ആ സൂപ്പർ സ്റ്റാറിൻ്റെ ഡേറ്റ് വേണമെങ്കിൽ അവർ പറയുന്നവരെ വെക്കണം. അതാണിപ്പോൾ ഈ മാഫിയ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇപ്പം പച്ചയായി വന്ന കണ്ടില്ലേ, കാര്യങ്ങൾ വന്ന് കണ്ടില്ലേ? ആരെയൊക്കെ വേണം, ഇവരൊക്കെ വേണം എന്ന് തീരുമാനിക്കുന്ന സൂപ്പർ താരങ്ങളാണ് ഈ 14 പേരാ. തിലകനെ മലയാള സിനിമയിൽ നിന്ന് വിലക്കിയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു നാടക സമിതി ഉണ്ടാക്കിയ ആളാണ് എന്നോടുള്ളത് രാധാകൃഷ്ണൻ. ചേട്ടാ, ഈ തിലകനെ സീരിയലിൽ നിന്നും സിനിമയിൽ നിന്നുമൊന്നും വിലക്കിയിട്ടില്ലെന്നാണ് ഇപ്പോൾ മന്ത്രി അടക്കം പറയുന്നത്. അതിലെന്തെങ്കിലും സത്യസന്ധതയുണ്ടോ? ഒരു സത്യമില്ല, പൂർണ്ണമായ അസത്യമാണ്. കാരണം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെയൊക്കെ തിരുവനന്തപുരത്തു നിന്ന് ഒരാളൊരു സീരിയൽ ചെയ്യാൻ വേണ്ടി വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, സാറേ എനിക്കൊരു വലിയ സ്വപ്നമാണ് സാറിനെ കൊണ്ട് സീരിയൽ ചെയ്യണം. അപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, അനിയനെ എല്ലാം ആലോചിച്ചിട്ടാണോ പറഞ്ഞത് ഇങ്ങനെ? അതിൻ്റെ പ്രസിഡൻ്റ് ആരാണെന്നറിയാമല്ലോ. ആ ആളുള്ളത്തോളം കാലം അവരൊരു നിൽക്കുന്നതോളം എനിക്ക് നിങ്ങൾക്ക് സീരിയൽ ചെയ്യാൻ ഒക്കത്തില്ല. ഇല്ല സാർ, ഞാനതൊക്കെ ശരിയാക്കി. ഗണേഷ് കുമാർ അത് പ്രസിഡന്റ്, അത് ഞാൻ ശരിയാക്കിക്കോളാം. അപ്പം പറഞ്ഞു, ശരി അങ്ങനെയാണ് നിങ്ങൾ, ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് കാര്യം നിങ്ങൾ 1 ലക്ഷം രൂപ എനിക്ക് കൊണ്ടുവരിക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ മതി, നിങ്ങളുടെ ആഗ്രഹമല്ലേ. വലിയ സന്തോഷമായി. അപ്പോൾ പോയി കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, കൈ കൊണ്ട് കാണിച്ചു. ഞാൻ എന്താ വരത്തില്ലെന്തേ, കൊച്ചൻ്റെ ആഗ്രഹം കൊച്ചൻ പറഞ്ഞതല്ലേ, നടക്കത്തില്ല. എന്തുകൊണ്ടായിരുന്നു ഗണേഷ് കുമാറിന് ഉൾപ്പെടെ ഇത്ര ദേഷ്യം തിലകനോട്? അത് ഗണേഷ് കുമാർ മാത്രമല്ല, അവിടുത്തെ ചില ഉപജാപ സംഘങ്ങളുണ്ട്. ചിലവരെ ചേട്ടൻ തന്നെ പച്ചയായി പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മാഫിയ. ഇപ്പോഴല്ലേ അതിൻ്റെ മാഫിയയുടെ ഞാനുൾപ്പെടെ ഒരു ആബാദിൽ നടന്ന ഒരു ചർച്ചയ്ക്ക് പോയതാണ്. ചേട്ടനെയും കൊണ്ട് ഞാനാണ് പോയത്. അന്ന് ഇവരൊറ്റ കാര്യം പറഞ്ഞു, ചേട്ടൻ ആ മാഫിയ എന്ന് പറഞ്ഞത് പിൻവലിക്കണം. അങ്ങേര് പറഞ്ഞു, മാഫിയ ഉണ്ട് മലയാള അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലും ഫെഫ്കായിലും മാഫിയ പ്രവർത്തിക്കുന്നു, അതെനിക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പിൻവലിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ശക്തമായി അങ്ങനെ അതിൽ ഉറച്ചു നിന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ ഇവരൊക്കെ തന്നെ. പിന്നീട് നിങ്ങൾ നാടക ട്രൂപ്പ് തുടങ്ങുകയും കുറച്ച് നാടകങ്ങളൊക്കെ തിലകൻ സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ നാടകവേദിക്കും വിലക്കുണ്ടായിരുന്നു? ഇല്ല, അത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അവിടെ പറഞ്ഞു, എൻ്റെ തട്ടകത്തിലേക്ക് അവിടെ ആരും വിലക്കാൻ പറ്റത്തില്ല. വിലക്കാൻ വന്നാൽ എൻ്റെ പ്രേക്ഷകർ കൈകാര്യം ചെയ്യും. എൻ്റെ പ്രേക്ഷകരെന്നെ സ്നേഹിക്കുന്ന. നിങ്ങൾക്ക് ഈ വേദി കിട്ടുന്നതിനൊക്കെ ഒരു തടസ്സമുണ്ടായിരുന്നു? ഒരു തടസ്സമില്ല. മുടക്കാൻ നോക്കിയിട്ടുണ്ടോ? ഒരു തടസ്സമില്ല. അതൊന്നും ആ നാടകത്തിന് സത്യത്തിൽ എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ട് ആ നാടകത്തിന് ലാഭം ഉണ്ടായത്. ചേട്ടൻ്റെ ആ നാടകം എനിക്ക് ഭയങ്കര ലാഭമായിരുന്നു. ഒരു നാടകത്തിന് ഏതാണ്ട് അദ്ദേഹത്തിന് ഞാൻ 15,000 രൂപ കൊടുക്കുമായിരുന്നു. അദ്ദേഹം ചോദിച്ചിട്ടല്ല, അദ്ദേഹം 104 നാടകം അഭിനയിച്ചു. 15,60,60,000 രൂപയുടെ ചെക്ക് എഴുതി കൊടുത്തു അദ്ദേഹത്തിന്. കാരണം അതിന് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞ ചേട്ടന് തന്നാൽ എനിക്ക് അതിൽ കൂടുതൽ കാശ് ഞാൻ കിട്ടുന്നുണ്ട്. നല്ല പൈസ കിട്ടി. അത് കാരണം തിലകൻ എന്ന് പറയുന്ന ആ പേരിനാണ് കാശ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ നാടകം തന്നെ, നാടകത്തിൻ്റെ അല്പമൊന്നും ഞാൻ പറയുന്നില്ല. ഈ നാടകത്തിൻ്റെ ഒരു വിഷ്കമ്പമുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഒരു ഞാൻ എവിടെയാണോ എന്നൊരു ശബ്ദം, ഒരു ഡയലോഗുണ്ട്. അത് കേൾക്കുമ്പം ഓഡിയൻസിൻ്റെ ഒരു ഇളക്കം കാണണം. സത്യത്തിൽ അതാണ് ചേട്ടനെ പിടിച്ചു നിർത്തിയത്. ചേട്ടനൊരു ആത്മധൈര്യം, എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഉണ്ട്, പ്രേക്ഷകരുണ്ട്. അതാണ് ചേട്ടൻ യഥാർത്ഥത്തിൽ വലിയ ശക്തി. എന്നോട് പറഞ്ഞു, ഇനി എനിക്ക് സിനിമയും വേണ്ട, ഒന്നും വേണ്ട, മരണം വരെ ഞാൻ ഈ തട്ടിക്കിടന്ന് മരിക്കണം, അതാണ് അങ്ങനെ ആഗ്രഹം. ഒരു നിരാശ ഉണ്ടായിരുന്നുള്ളൂ, തട്ടിക്കിടന്ന് മരിച്ചില്ല എന്നുള്ള നിരാശ. ഇന്ത്യൻ റുപ്പിയിലേക്ക് ക്ഷണിച്ചപ്പം അന്ന് 95ാമത്തെ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രഞ്ജിത്തിയുടെ അദ്ദേഹത്തെ ക്ഷണിക്കാൻ വരുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനൊരു നാടകത്തിന് എന്താ ഇത് കാശൊക്കെ മുടക്കിയിട്ട് അത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ, നമ്മൾ നാടകത്തിന് വേണ്ടിയിട്ടല്ല ഈ നാടകം. ചേട്ടനെ തൂപ്പിക്കാൻ നോക്കുന്ന വരേണ്യവർഗത്തിനെതിരായിട്ടുള്ളൊരു ഫൈറ്റായത്. ആ ഫൈറ്റിൽ തിലകൻ ജയിച്ചു. കാര്യം മലയാളത്തിലെ തിരക്കുള്ള ഒരു സംവിധായകൻ ചേട്ടനൊക്കെ വന്നിരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ചേട്ടൻ ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞു.
ഞാൻ ചോദിക്കണമെല്ലാം ചോദിച്ചു. തിലകനെ കൊണ്ട് ഞാൻ അഭിനയിപ്പിക്കുമെന്ന് പറഞ്ഞു. എല്ലാ വിലക്കളും മാറ്റിയിട്ട് വന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചേട്ടൻ വിജയിച്ചു. ഇനി നാടകം പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ സാറേ ഇപ്പം 102 നാടകം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 103ാമതൊരു നാടകം ബുക്ക് ചെയ്യത്തില്ല സാറ്. തിലകൻ ചേട്ടൻ പറഞ്ഞാൽ പോലും ഞാൻ ബുക്ക് ചെയ്യത്തില്ല. നിങ്ങൾ ഇവരുടെ എഗ്രിമെൻ്റ് വെച്ചോളാം. ഈ തിലകനെ അപ്പോൾ ശരിക്കും അവഗണിച്ചു, ദ്രോഹിച്ചു എന്നൊക്കെ പറയുന്നത് കാരണം ഒരു വർഷത്തോളം താങ്കളോടൊപ്പം ആയിരുന്നല്ലോ താമസം. 18 മാസം, ഒരു വർഷമല്ല 18 മാസം. അല്ല, ഭയങ്കര അവഗണനയില്ലായിരുന്നു. ആ മനുഷ്യനെ അനുഭവിച്ച മാനസിക സംഘർഷം. ഒരു മഹാനടൻ, ഇത്രയും മാനസിക പീഡനം, അങ്ങേരെ കൂടെ നടന്നവർ, അങ്ങേരെ അച്ഛനായി, അതാ പറയുന്നത്, ഞാൻ അച്ഛനായി അഭിനയിച്ചവർ, എന്നെ അച്ഛാന്ന് വിളിച്ചവർ, അവർ എപ്പോഴും അങ്ങനെ പറയും, ഞാൻ എന്തിനെന്നെ ഇവരെന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയത് എനിക്കറിയാൻ പറ്റില്ല. എൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് 9 to 9 9 മണിക്ക് ഞാൻ ചെല്ലും, രാത്രി 9 മണിക്ക് തിരിച്ചു വരും. ഒരു ദിവസം പോലും 9 ആയിട്ടില്ല. ഒരു ദിവസം പോലും 8:55 ഞാൻ തിരിച്ചു പോയിട്ടില്ല. പിന്നെ എന്തിനാ എൻ്റെ പേരിലുള്ള എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ ആരും വഴങ്ങാൻ പോകത്തില്ല. ഞാൻ ആരും വരുമ്പോൾ അങ്ങ് എനിക്ക് ഇങ്ങനെ കൈകൂപ്പി നിൽക്കത്തില്ല. എനിക്കിതിൻ്റെ ആവശ്യമില്ല. ഞാനൊരു നടനാണ്. അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. ജനങ്ങൾ അംഗീകരിക്കുന്ന എൻ്റെ പ്രേക്ഷകർ എന്ന് പറയുന്നത് അവരാണ് എൻ്റെ ഗുരുജനങ്ങൾ. ആ ഗുരുജനങ്ങളെ എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ ഇവരെ ആരും പോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അതാണ് ഇവരുടെ എന്നോടുള്ള ദേഷ്യം. പിന്നെ ചില കാര്യങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യും. ഇപ്പോഴല്ല അതിൻ്റെ കാര്യങ്ങൾ. ഈ മാഫിയ എന്ന് പറയുന്നത് ഇതാണ്. ഈ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നുള്ള തെളിവല്ലേ ഇപ്പം വന്നിരിക്കുന്നത്. തിലകൻ അതൊക്കെ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവസാന കാലത്തൊരു തിലകൻ്റെ ജോണി ലൂക്കോസ് തൊട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വലിയ താമസമില്ലാതെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കണ്ണി അഴിയെണ്ണും നിങ്ങൾ കാണും, കേരള സമൂഹം കാണും. ആ അഴിയെണ്ണുന്നത് കണ്ടല്ലോ. ദിലീപ് അഴിയെണ്ണിയില്ലേ? അദ്ദേഹം പറഞ്ഞത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ അതിന് മുൻപന്തി നിന്ന ആളാണ് അദ്ദേഹം, ഏറ്റവും കൂടുതൽ. അപ്പോൾ അവരെല്ലാം കൂടെ ഒരു വലിയൊരു ഉപജാപസംഘം, ഇതുപോലൊരു മഹാനടനെ. അതുകൊണ്ട് എന്തു പറ്റി? മലയാള സിനിമയ്ക്ക് ഈ 2 കൊല്ലക്കാലം എത്രയോ കഥാപാത്രങ്ങളെയാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇന്ത്യൻ റുപ്പി വന്നപ്പോഴുള്ള ഒരു ഇന്നും മറക്കുക ആ ഇന്ത്യൻ റുപ്പിൻ്റെ അഭിനയം. എന്തിനാ മമ്മൂട്ടി ഞാനുമായിട്ട് മമ്മൂട്ടി പറഞ്ഞ് ഞാൻ അങ്ങേരുമായിട്ട് അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. മമ്മൂട്ടിയുടെ മകനെ അഭിനയിക്കുന്ന സിനിമയ്ക്കകത്ത് തിലകൻ വേണം. എന്താ കാരണം? ഒരു നടനാകണമെങ്കിൽ തിലകൻ ചേട്ടനോട് അഭിനയിച്ചാൽ നടനാകും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ തിലകൻ ചേട്ടന് അതൊന്നും മനസ്സിലില്ല. പലരും അദ്ദേഹത്തോട് ചോദിച്ചു, ഈ മമ്മൂട്ടിയുടെ മോനെ, അത് വേറെ കാര്യം, അവനൊരു നടൻ എൻ്റെ കൂടെ വരുമ്പോൾ ഞാൻ അതേപോലെ കാണത്തുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ മമ്മൂട്ടി ഇല്ല. എന്താണ് ഈ മമ്മൂട്ടിയും മോഹൻലാലിനോടും ഒക്കെ അദ്ദേഹത്തിന് നല്ല അല്ല, അദ്ദേഹത്തിനൊരു പക്ഷെ അവർക്ക് ഭയങ്കരമായ പിണക്കമാണ്. ആ പിണക്കം എന്താണെന്ന് അതാണ് എപ്പോഴും എന്നോട് ഉപയോഗിക്കും. എന്താ മിസ്റ്റർ രാധാകൃഷ്ണൻ എന്നോട് ഇങ്ങനെ ഇവർക്ക് ഈ വിരോധം? ഞാൻ എന്ത് കുറ്റം ചെയ്തു ഇവർ പറയട്ടെ. മരണം വരെ അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. മരണം വരെ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് അവാർഡ് വരെ ഇവരാ പോയി. ഒരു ദേശീയ അവാർഡിൻ്റെ ഫൈനൽ വരെ അദ്ദേഹം വന്നതാ. ഫൈനൽ വരെ ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് എന്നോട് പറഞ്ഞത്. ആര്? മോഹൻലാൽ മമ്മൂട്ടിയോ? ആ ടീമേ എന്നോട് പറഞ്ഞു. ആ ടീം അതിൻ്റെ ചർച്ച നടന്നപ്പോൾ തന്നെ എനിക്കറിയാം കിട്ടത്തില്ല. എൻ്റെ ലാസ്റ്റ് എൻ്റെ പേര് വന്നതാ. എനിക്കറിയാം കിട്ടത്തില്ല. കാരണം ഇവർ അവിടെ പോയി വിലക്കുന്നത്, അവർ വിലക്ക്, എനിക്ക് കിട്ടിയില്ല. ഡൽഹിയിൽ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞു ചേട്ടനാണ് തോണേ. പക്ഷേ വന്നപ്പം വേറെ ആളാണ് പേര് വന്നത്. ഈ മമ്മൂട്ടി മോഹൻലാലും അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ വിലക്കിയിട്ടുണ്ടോ? നേരിട്ട് ഇറങ്ങി നിന്ന്? നേരിട്ട് ഇറങ്ങണ്ടല്ലോ. ആ പടക്കാർ ഇപ്പം മമ്മൂട്ടിയുടെ ഒരു ഡേറ്റ് ചോദിക്കുന്നു. മമ്മൂട്ടി ചോദിച്ചു ആരാണ്? അത് തിലകൻ. എനിക്ക് ഡേറ്റില്ല. മോഹൻലാൽ ഒരു ഡേറ്റ് ചോദിക്കുന്നു, ഒരു പ്രൊഡ്യൂസർ, അത് ഡയറക്ടർ, ആരൊക്കെയാണ്? അതിന് ഡേറ്റില്ല. അവർക്ക് ഡേറ്റ് ആവണ്ടേ? ഈ സൂപ്പർ സ്റ്റാറിൻ്റെ ഡേറ്റ് വേണം. ആ സൂപ്പർ സ്റ്റാറിൻ്റെ ഡേറ്റ് വേണമെങ്കിൽ അവർ പറയുന്നവരെ വെക്കണം.
അതാണിപ്പോൾ ഈ മാഫിയ എന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇപ്പം പച്ചയായി വന്ന കണ്ടില്ലേ, കാര്യങ്ങൾ വന്ന് കണ്ടില്ലേ? ആരെയൊക്കെ വേണം, ഇവരൊക്കെ വേണം എന്ന് തീരുമാനിക്കുന്ന സൂപ്പർ താരങ്ങളാണ് ഈ 14 പേരാ. അതാണിപ്പോൾ നടക്കുന്നത്. സത്യത്തിന് 100 വയസ്സാണ്. തിലകൻ ചേട്ടൻ ഇല്ലാതെ പോയല്ലോ എന്നുള്ള ഒറ്റ വിഷമേ ഉള്ളൂ. ഇതൊക്കെ കാണാനും കേൾക്കാനും അദ്ദേഹം ഇല്ലാതെ പോയല്ലോ എന്നുള്ളൊരു വിഷമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.